ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഈ കനത്ത പരാജയം സമ്മാനിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചത് 4 പേരാണ്. അതിൽ ഏറ്റവും പ്രധാനി പിണറായി വിജയനാണ്. ഇനിയുള്ള 3 പേരെക്കുറിച്ച് വഴിയേ പറയാം. പിണറായി വിജയൻ 2016 മെയ് 25. തിരിഞ്ഞു നോക്കുമ്പോൾ മലയാളികൾ സ്വപ്നത്തിൽ പോലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തുന്ന ഒരു ദിവസമാണിത്. പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റെടുത്ത ദിവസം. പിന്നീട് ഇങ്ങോട്ട് മലയാളികൾ അനുഭവിച്ചത് നരകയാതനകളും കേട്ടുകേൾവിയില്ലാത്ത അഴിമതി കഥകളും സമാനതകളില്ലാത്ത കുടുംബ വാഴ്ചയുമായിരുന്നു. നയതന്ത്ര ചാനലിലൂടെയുള്ള സ്വർണ്ണക്കടത്ത്, ശബരിമലയിലെ യുവതീ പ്രവേശനം, പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അറസ്റ്റും ജയിൽവാസവും, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ 4.5 ലക്ഷത്തിൻ്റെ ചാണകക്കുടി, 42,90,000 പശുത്തൊഴുത്ത്, 46,15,000 രൂപ മുടക്കി നീന്തൽക്കുളം നവീകരണം, കാരണഭൂതൻ റോഡിലിറങ്ങുമ്പോൾ ജനങ്ങളെ വഴിയിൽ തടഞ്ഞിടുന്ന പോലീസുകാർ, 1,05,00,000 മുടക്കി പുതിയൊരു ബസ് വാങ്ങി കൂട്ടുമന്ത്രിമാരെയും കൂട്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നവകേരള സർക്കിട്ട് ബസ്സിൽ ലിഫ്റ്റും പിണറായിക്കിരിക്കാൻ കറങ്ങുന്ന കസേരയും, കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചവരെ ഡിവൈഎഫ്ഐ ഗുണ്ടകളും ഗൺമാനും തല്ലിച്ചതച്ച